म्यूजिक धमाका। Only on Radio Media Village. മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6 ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സെമി ക്ലാസിക്കൽ റൗണ്ടാണ്. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് അന്നു വി ജോസഫ്. അനു, വീണ്ടും സ്വാഗതം. സെമി ഫൈനൽ റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 റൗണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്, കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഇപ്പോൾ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത്? രാജശില്പി എന്ന ചിത്രത്തിലെ അറിവിൻ നിലാവേ. സോ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പാടുമെന്ന് നമുക്കറിയാം കേട്ടോ. സോ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6 സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഇപ്പോൾ പാടുന്നത് അന്നു വി ജോസഫ്. ഈശായ നമഃ ഉമേശായ നമഃ ഗൗരീശായ നമഃ പരമേശായ നമഃ ഭുവനേശായ നമോ നമഃ. അറിവിൻ നിലാവേ മറയുന്നുവോ നീ സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുന്നിൽ നിൽപ്പൂ അറിയാത്തതിന്തേ നിറുകയണിയും കുളിർമതിക്കും നിന്റെ നൃത്തമണ്ഡപങ്ങൾ നീലാകാശം നീലേ സാന്ദ്രചന്ദ്രരശ്മിമാല ചാർത്തിലാസ്യം തിരുമുന്നിൽ നിൽപ്പൂ അറിയാത്തതിന്തേ
അറിയുമോ അറിവിൻ നിലാവേ മറയുന്നു നീ സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുന്നിൽ നിൽപ്പൂ അറിയാത്തതെന്തേ അറിയാത്തതെന്തേ 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6-ൽ ഇപ്പോൾ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ പാടിക്കഴിഞ്ഞത് അന്നു വി ജോസഫ് ആണ്. അന്നു, നേരെ അന്നുവിനോട് ചോദിക്കണോ അതോ ജഡ്ജസിലേക്ക് പോകണോ? ജഡ്ജസിലേക്ക് പോവാം. ഓക്കെ, അനിൽ സാറിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. സാർ, അന്നുവിൻ്റെ പാട്ടിനെ പറ്റി പറയാം. അന്നു വി ജോസഫ് അതെ, ഫ്രം ആലപ്പുഴ. അതെ, നല്ല കലകളുടെയൊക്കെ ഒരു നാടാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പ്രദേശമാണ് ആലപ്പുഴ. അതെ, പിന്നെ മനോഹരമായിട്ട് പാടി കേട്ടോ, നന്നായിരിക്കും. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രവീന്ദ്ര മാഷിൻ്റെ പാട്ടാണ്, ചിത്ര ചേച്ചിയാണ് പാടിയിരുന്നത്. രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഫോം പുള്ളി ഒരു ചെയ്യുമ്പോഴൊരു പ്രത്യേക സുഖമാണ്, പ്രത്യേക തരത്തിലാണ്. അതുകൊണ്ട് നമുക്കറിയാം ഒരു പഴയ ഒരു പിന്നെ സ്റ്റൈലല്ല പുള്ളി ചെയ്യുമ്പോൾ ക്ലാസിക്കൽ സോങ്സ് ഒരു പ്രത്യേകത. ഇത് തന്നെ ഇപ്പോൾ ഒരു മോഹന രാഗത്തിൻ്റെയൊക്കെ ഒരു ടച്ചസോട് കൂടിയ പാട്ടാണ്. അറിയാമായിരുന്നല്ലോ. ഒരു പൂർണ്ണമായിട്ട് എല്ലാ നോട്ട്സും അതിനകത്ത് വരുന്നില്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പാടി ഫലിപ്പിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? അത് നന്നായി, നല്ല രസമായിട്ട് ആ ഗമകങ്ങളും ആ തിങ്സുകളും സംഗതികളും ഒക്കെ മനോഹരമായിട്ട് പാടി വലിയ പരുക്കില്ലാതെ രക്ഷപ്പെട്ടു. എങ്കിലും പിന്നെ കുറച്ചുകൂടെ പെർഫെക്ഷൻ വരുത്താം. നമ്മൾ ഇച്ചിരി ടഫാണ്. ഒറ്റ ശ്വാസത്തിൽ പാടുന്ന പോലെ തന്നെ ആ ചെറിയ ശ്രുതി ഒന്ന് ഇച്ചിരി കൂടെ ശുദ്ധമാക്കിയാൽ മതി. ആ സംഗതി പാടുമ്പോഴേ ആ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു ചെറിയ സ്ലിപ്പ് ഉണ്ടാകുന്നുണ്ട്. അതൊന്ന് പ്രാക്ടീസ് കൂടെ ശരിയാക്കാം. പക്ഷേ എങ്കിലും നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഗുഡ്, നല്ല വോയിസാണ്. നല്ല വോയിസ് അല്ലേ? വെരി ഗുഡ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക് യു സാർ. ഇനിയിപ്പോൾ നേരെ ജോജിൻ സാറിലേക്ക്. അനു, ഇപ്പം സാറ് പറഞ്ഞ പോലെ അവിടെ പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാം. നല്ലൊരു വോയിസ് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ അതുകൊണ്ട് ഇമ്പ്രസീവ് ആക്കാൻ പറ്റുന്നുണ്ട് പാട്ടുകൾ. പിന്നെ തിങ്സൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ശ്വാസം അല്ലേ കൺട്രോൾ വേണ്ടിയാണ്. സൗണ്ട് മോഡുലേഷൻസ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഓവറോൾ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ്. ഓക്കെ, താങ്ക് യു. 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6-ൽ ഇപ്പോൾ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ അന്നു വി ജോസഫ് ആണ് പാടിയത്. ജഡ്ജസിന്റെ കമന്റ് ഒക്കെ കേട്ടപ്പോഴത്തേക്ക് എന്ത് തോന്നി? കുറച്ച് ആശ്വാസമായി. ടെൻഷനായിരുന്നോ? ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു വേദിയിൽ ഇപ്പോൾ വന്ന് പാട്ട് പാടിയതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം.